ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3 കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. ഫസ്റ്റിന് നമ്മൾ 1.5 കിലോ വരുന്ന കുൽഫി കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ഡ്രോപ്പ് ആദ്യം ഒരു ലെമൺ യെല്ലോ, മാജിക് കളേഴ്സിൻ്റെ യെല്ലോ ആണ് കേട്ടോ, ഒന്ന് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 1 ഡ്രോപ്സും കൂടി ഇറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുള്ള റേഷ്യോ എന്ന് പറയുമ്പം 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് വിപ്പിംഗ് ക്രീം ആയിട്ടുണ്ടെങ്കിൽ കേക്കിൽ നിൽക്കാതെ താഴേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങി പോകും. അപ്പോൾ എനിക്ക് കുറച്ച് കട്ടിക്ക് വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതിനാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പൊക്കെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് അപ്പോൾ ഞാനിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്കെല്ലാം തലേ ദിവസം രാത്രിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡെക്കറേഷൻസ് ആണ് കേട്ടോ. ഞാൻ മോർണിംഗ് കാലത്താണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇത് ഞാൻ ഒരു ഒഴുകണ പരുവത്തിലല്ല എടുത്തിട്ടുള്ളത്, നല്ല കട്ടിക്ക് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇത് കുഞ്ഞു പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ആവാത്ത ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒത്തിരി ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ള ഒരു കേക്കാണ് ഈ ഒരു കുൽഫി കേക്ക്. അപ്പം ഇതിൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ബാക്കി വന്നിട്ടുള്ള ഗനാഷ് ഇതിൻ്റെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ട്രിപ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് പൈപ്പിംഗ് കവറിലാക്കിയിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ കേക്ക് നന്നായിട്ട് സെറ്റായ ശേഷം വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ താഴത്തെ വൈറ്റ് ക്രീമും നമ്മൾ ഈ ഒരു ഗണാഷിൻ്റെ കൂടെ ഇങ്ങ് തിരിച്ച് പോരും. അപ്പോൾ നന്നായിട്ട് സെറ്റായ 1 അരമണിക്കൂറെങ്കിലും കേക്ക് സെറ്റായതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമുക്കിതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ബാക്കി ഭാഗങ്ങളിലൊക്കെ ഞാൻ ഡ്രിപ്പ് ചെയ്യാതെ തന്നെ താഴെ ഒലിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആകുമ്പം ഡാർക്കിനേക്കാളും പെട്ടെന്ന് തന്നെ കേക്കിൽ നിന്ന് ഒലിച്ച് വരും. നമ്മളിതുപോലെ നമ്മളെ കുൽഫി കേക്കെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മോഡലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും നമ്മൾ ഇതിൻ്റെ മുകളിൽ പിസ്തായും അതുപോലെ നട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫുള്ള് പിസ്ത ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുൽഫി ഐസ്ക്രീം എല്ലാം വാങ്ങുന്ന ടൈമിൽ നമ്മൾക്കൊരു ബൗൾ കിട്ടുമല്ലോ, ആ ഒരു ഭരണി ലുക്കിലുള്ള ആ ഒരു ബൗളാണ് ഞാനിതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇവിടെ കേക്കിൽ നമ്മൾ ആ ബൗൾ ഫിക്സ് ചെയ്ത് നിൽക്കാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുൽഫിയുടെ ആ ഒരു കുൽഫിയല്ല, ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന രീതിയിലായിട്ട് വേണം ഒഴിക്കാനായിട്ട്. പക്ഷേ അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഗനാഷ് ഞാൻ ചെയ്തത് ബാക്കി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പം അത്ര കണ്ട ആ ഒരു എഫക്റ്റ് വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വിപ്പിംഗ് ക്രീം അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇതുപോലെ നമ്മൾ ഗോൾഡൻ ഫ്ലേക്സും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫോണ്ടൻറ്റിൽ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്ക് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കുൽഫി കേക്ക്. 1.5 kg ആയിരുന്നു കേട്ടോ, ഇത് സ്ക്വയറിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ 1 kg വരുന്ന 8 ഇഞ്ചിൽ ചെയ്തെടുത്തിട്ടുള്ള റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിതാ ഈ ഒരു കട്ടറെല്ലാം യൂസ് ചെയ്തിട്ട് കുറച്ച് ഫ്ലവേഴ്സ് എൻ്റെ ഐഡിയ പോലെ ജസ്റ്റ് ഒന്നും, അതുപോലെ ബട്ടർഫ്ലൈ ഞാൻ പിന്നെ ഒരുപാട് കാലമായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ലീഫിൻ്റെ നോസിൽ. ഇത് വേറെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കട്ടർ. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ ഞാനിന്ന് യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. റെഡ് വെൽവെറ്റ് കേക്ക് കിട്ടിയാൽ നമ്മൾ അധികം അതിനെ മോഡേൺ ആക്കാൻ നോക്കാറില്ല. അതിൻ്റെ ഒരു ക്ലാസിക്കൽ ലുക്കാണല്ലോ ഈ ഒരു റെഡ് ക്രംസ് മുകളിലായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക എന്നുള്ളത്. അത് നമ്മൾ ജസ്റ്റ് കേക്കിൻ്റെ ക്രംസ് എടുത്തതിന് ശേഷം ഫ്രൈ പാനിലൊന്ന് ചൂടാക്കിയിട്ട് വീണ്ടും മിക്സിയിൽ പൊടിച്ചിട്ടാണ് കേട്ടോ കേക്കിൻ്റെ മുകളിൽ അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ എന്താ പറയുക, ഫോണ്ടൻറ്റിൻ്റെ ഇതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഫോണ്ടൻറ്റിൻ്റെ ലെറ്ററിൽ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾക്ക് 1 kg ഫ്രഷ് പൈനാപ്പിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 7 ഇഞ്ചിൻ്റെ
പാനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഗനാഷ് അല്ല കേട്ടോ, നമ്മൾ പൈനാപ്പിൾ നമ്മൾ എന്താ പറയുക വിളയിച്ചെടുത്തതിനെ വീണ്ടും മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അത് അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് അതിൽ കോൺഫ്ലോർ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് പൈനാപ്പിൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള വേറൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വന്നിട്ട് ഓർഡർ കേക്ക് അല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ട് ബേക്കിംഗ് ഫ്രണ്ട് ഉണ്ട്, ആ ഒരു ഇത്താക്ക് വേണ്ടിയിട്ട് ഞാൻ അന്ന് അവരുടെ ബർത്ത്ഡേ ആയിരുന്നു, അഥവാ ഒക്ടോബർ 31. അപ്പോൾ ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏതൊരു ഹോം ബേക്കേഴ്സ് ആയാലും എന്താ പറയുക അവരുടെ ഫാമിലിയിൽ മക്കൾക്ക് ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഫാമിലി മറ്റാർക്കെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ സ്വന്തം ബർത്ത്ഡേ വരുമ്പം ആരും തന്നെ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കി അങ്ങനെ മെനക്കെടാറില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് ഞങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ട്, നമ്മളെ ബർത്ത്ഡേക്ക് മാത്രം ആരും ഗിഫ്റ്റ് തരാനില്ല എന്നൊക്കെ പറയാറുണ്ട്. എങ്കിൽ കൂടി എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള ചില ഗിഫ്റ്റുകൾ ഞാനിവിടെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനും ഈ ഒരു ഇത്തായും കൂടിയുള്ള പരിചയം എന്ന് പറയുന്നത് ഒരു കേക്ക് മത്സരത്തിലായിരുന്നു കേട്ടോ, കോമ്പറ്റീഷനിലായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അവർക്കായിരുന്നു അന്ന് സെക്കൻഡ് കിട്ടിയിരുന്നത്. അവരുടെ കേക്ക് ഓറഞ്ച് കേക്കായിരുന്നു. എൻ്റെ കേക്കിന് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്ക് പൈനാപ്പിൾ കേക്കാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഞങ്ങളുടെ ഈ ഒരു കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും നമ്മളെ കേക്ക് നമ്മൾ കഴിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമ്മൾ പൈനാപ്പിൾ കേക്ക് തന്നെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ, ഉണ്ടാക്കിയതാണ്. അപ്പം കുറച്ച് ടെൻഷൻ ഉണ്ട്, കാരണം നമ്മളിത് ഒരു നല്ലൊരു ഹോം ബേക്കറിൻ്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്ന് ഭയങ്കര ഇതായിരുന്നു, ആകാംക്ഷയായിരുന്നു. അപ്പോൾ ഞാൻ ആളടുത്ത് കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ വേറൊരു കേക്ക് ടിന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അവരുടെ, അപ്പോൾ അത് കൊണ്ടു കൊടുക്കാനാണ് ഞാൻ അങ്ങോട്ട് വരുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർ നമ്മൾക്ക് വെറും ഒരു ഫ്രണ്ട് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ്, നമ്മളൊരു സിസ്റ്ററിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കേട്ടോ ഇവരെ കാണുന്നത്. ഇവരുടെ ഫാമിലി ആണെങ്കിലും നമ്മളെ ഫാമിലിയൊക്കെ ആണെങ്കിലും ഒത്തിരി അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് തവണ അവിടെ പോയതാണ്. പിന്നെ ഇവരുടെ കേക്കിൻ്റെത് ബേക്ക് വിത്ത് ലവ് എന്നാണ് കേട്ടോ. അപ്പോൾ അവരും നന്നായിട്ട് അത്യാവശ്യം നല്ല കേക്ക് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ പേജൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ കേക്കെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഞാനും മോനും കൂടെ കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോയി. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ അവിടെ എത്തിയ ടൈമിൽ അവരവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കേക്ക് കൊടുക്കുമ്പോൾ ആ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവരവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊരു മരണം ഉണ്ടായിട്ട് അവർ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബർത്ത്ഡേ ഗേൾ. ഇത് വന്നിട്ട് KP നമ്പൂതിരീസ് ഹാളാണ്. അപ്പോൾ ഇവിടുത്തെ മാനേജറാണ് കേട്ടോ ഇവരുടെ ഫാദർ. അപ്പോൾ എൻ്റെ അടുത്ത് അവിടുന്ന് പായസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പായസമൊക്കെ കിട്ടി. എന്തായാലും കേക്ക് കൊണ്ടുപോയിട്ട് എനിക്ക് കിട്ടിയത് നല്ല അടപ്രഥമൻ പായസമാണ്. അപ്പം ഇതൊക്കെ കുടിച്ച് ഞാൻ തിരിച്ച് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് നമ്മൾ അവരടുത്ത വീട്ടിൽ ഏൽപ്പിച്ച് കൊടുക്കുകട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക്. അതുപോലെ തന്നെ ഇതാ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ എൻ്റെ കേക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇൻസ്റ്റാഗ്രാം പേജ്. അതപ്പോൾ ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.